Okay, next numerical integration. Numerical integration normal. നമുക്ക് integral a to b f of x dx. ഇത് evaluate ചെയ്യാനാണ് numerical integration യൂസ് ചെയ്യുന്നത്. Integration numerical ആയിട്ട് evaluate ചെയ്യാം. നമുക്ക് usually integral 0 to 1 x square dx evaluate ചെയ്യാൻ അറിയാം. പക്ഷെ numerically അത് evaluate ചെയ്യാനുള്ള ഒരു procedure ആണ് ഇവിടെ പറയുന്നത്. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യും, f of x ന്റെ വാല്യൂസ് മാത്രം വരും. അതായത് 0ൽ x 0 ആകുമ്പോൾ f of x ഇത്ര, x 1ലാകുമ്പോൾ f of x 2 അങ്ങനെ തരും. അങ്ങനെയുള്ള അതായത് ഫംഗ്ഷൻ വാല്യൂസ് കിട്ടിയാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഈ ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത്. അല്ലാത്തത് ഫംഗ്ഷൻ തന്നെ യൂഷ്വൽ ഇൻറ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിൽ നിങ്ങൾ രണ്ട് മെത്തേഡാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രപ്പിസോയിഡൽ റൂൾ, സെക്കൻഡ് വൺ സിംപ്സൺസ് 1/3 റൂൾ. Okay, first trapezoidal rule പറയാം. Suppose we want to evaluate j equal to integral a to b f of x dx. അതായത് integral a to b f of x dx നമുക്ക് evaluate ചെയ്യണം. For that, divide this interval ab into n equal parts. നമ്മൾ ഈ ഇന്റർവെലിനെ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യും n ഈക്വൽ പാർട്സ് ആയിട്ട്. എ ബി എന്ന് പറയുന്നത്, അപ്പോൾ ആ n ഈക്വൽ പാർട്സ് ആകുമ്പോൾ അതിന്റെ വിഡ്ത്ത് എത്രയായിരിക്കും, ഒരു വിഡ്ത്ത് h എന്ന് പറയുന്നത് b മൈനസ് എ ബൈ എൻ. 10 പാർട്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും, 0 1 ആണ് ഇന്റർവെൽ അല്ലെങ്കിൽ 0.1 ഡിസ്റ്റൻസിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് x0 ആണ്. ഫസ്റ്റ് പോയിന്റ് x0 ആണ്. x0 എന്ന് പറയുന്നത് a തന്നെ. x1 എന്ന് പറയുന്നത് എയുടെ കൂടെ h ആഡ് ചെയ്തത്, x2 എന്ന് പറയുന്നത് x1ന്റെ കൂടെ h ആഡ് ചെയ്തത്, ഓർ x0ന്റെ കൂടെ 2h ആഡ് ചെയ്തത്. അങ്ങനെ xn എന്ന് പറയുന്നത് b എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആയിരിക്കും. അതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്റർവെൽ 0 1നെ 10 പാർട്സ് ആക്കണമെങ്കിൽ ഇവിടെ എന്താണ്, n 10 ആണ്. അപ്പോൾ നമ്മൾ h എത്ര എടുക്കും, 1 മൈനസ് 0 ബൈ 10, ദാറ്റ് ഈസ് 0.1. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെ വരും, 0 വരും. 0.1 ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് 0.1 0.2 0.3 0.4 0.5 അങ്ങനെ എത്ര വരെ വരും, 0.6 0.7 0.8 0.9 1. x10 വരെ വരും. x0 നമ്മൾ നോക്കിക്കോ 10 സബ് ഇന്റർവെൽസ് വരും. ഓർ x0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് xn പോയിന്റ്സ്, n+1 പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ സബ് ഇന്റർവെൽസ് n സബ് ഇന്റർവെൽസ് ആയിരിക്കും. Then this integral value is given by h by 2 into f of x0 plus f of xn. f of x0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ പ്ലസ് ലാസ്റ്റ് പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ പ്ലസ് 2 into f of x1 plus f of x2 plus x3 എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിന്റെ ഒക്കെ എന്ത് വേണം, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റിന്റെ ലാസ്റ്റിന്റെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് എക്സാമ്പിൾ പറയുമ്പോൾ ഈസിയായി മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് ഈ മെത്തേഡിന് പറയുന്നതാണ് ട്രപ്പിസോയിഡൽ റൂൾ കേട്ടോ, ട്രപ്പിസോയിഡൽ റൂൾ. ഇനി അടുത്തത് സിംപ്സൺസ് 1/3 റൂൾ. സിംപ്സൺസ് 1/3 റൂൾ സെയിം തന്നെ. ആ ഇന്റർവെലിനെ നമ്മൾ ഇന്റഗ്രൽ a to b f of x dx ഇവാലുവേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ്, സെയിം പാറ്റേൺ തന്നെയാണ്, വേറൊരു ഇക്വേഷൻ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ഓർ n ഷുഡ് ബി ഈവൺ. n ഈവൺ ആയാൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സിംപ്സൺസ് 1/3 റൂൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ട്രപ്പിസോയിഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, n ഷുഡ് ബി ഈവൺ ഓർ നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ഷുഡ് ബി ഈവൺ. Then this one equal to h by 3. The integral a to b f of x dx equal to, by Simpson's 1/3 rule, it is equal to h by 3. h is interval width, നമ്മൾ x b minus a by n. f of x0 plus f of xn. നേരത്തെ പോലെ തന്നെ f of x0 ആദ്യത്തെ ഫംഗ്ഷൻ വാല്യൂ ലാസ്റ്റ് ഫംഗ്ഷൻ വാല്യൂ ആഡ് ചെയ്യാം. പ്ലസ് 2 into ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്, f of x2 f of x4 f of x6 അങ്ങനെയുള്ള, അതായത് ഈവൺ പോയിന്റ്സിൽ x2 x4 x6 അങ്ങനെ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ xnഉം ഈവൺ ആയിരിക്കും, അത് ഇവിടെ വീണ്ടും എഴുതരുത്. x ഞാൻ പറഞ്ഞു n ഈവൺ ആയിരിക്കും. ഇപ്പോൾ f of x6 ആണെങ്കിൽ ഇതിലും വീണ്ടും f of x6 എഴുതരുത്, അത് നോക്കിയപ്പോൾ മാത്രമേ നിങ്ങൾ എഴുതൂ. പ്ലസ് 4 into f of x1 plus f of x3 plus etc. എന്ന് വെച്ചാൽ ഈ ഓഡ് പോയിന്റ്സ് x1 x3 അതിലെ ഫംഗ്ഷൻ്റെ മൊത്തം ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈവണ്ടത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്യാം, എന്നിട്ട് h by 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് സിംപ്സൺസ് 1/3 റൂൾ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു സിമ്പിൾ പ്രോബ്ലം. Evaluate integral 0 to 1 dx by 1 plus x square using trapezoidal rule with h equal to 0.2.
ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് h ഈക്വൽ ടു 0.2 ആണ്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ത് വേണം? ഫംഗ്ഷൻ വാല്യൂസ് നമുക്ക് ആവശ്യമാണല്ലോ. എക്സ് നോട്ട് എന്താണ്? 0 ആണ് അല്ലേ? ഇതാണ് എ ഓർ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0. x1 എന്ന് പറയുന്നത് എക്സ് നോട്ടിന്റെ കൂടെ h ആഡ് ചെയ്ത്, അതായത് 0.2. ഇനി x2 എന്ന് പറയുന്നത് 0.4. ഇത് ക്ലിയർ ആയിരിക്കും, കാരണം ഒന്നും ഡൗട്ട് വരാനില്ല. 0.6, x4 0.8, xy 1. ഇവിടെ നമുക്ക് സിംപ്സൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ x5 ആണ്, അത് ഓടാണ്. നമ്പർ ഓഫ് സബ് ഇന്റർവൽസ് നോക്കുക. സബ് ഇന്റർവൽസ് എന്ന് പറഞ്ഞാൽ ഏതാ വരും? ഇതൊരു സബ് ഇന്റർവൽ, ഇത് 5 സബ് ഇന്റർവൽസ് അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ? ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ജനറൽ ഫോർമുല. ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ, എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന വാല്യൂ 1/1 പ്ലസ് 0 സ്ക്വയർ വിച്ച് ഈസ് 1/1. ഇനി 1/1 പ്ലസ് 0.2 സ്ക്വയർ, അത് വരുന്നത് 0.9615 ആയിരിക്കും. അടുത്തത് ഓരോന്ന് നോക്കും. 1/1 പ്ലസ് 0.4 സ്ക്വയർ 0.828620. അടുത്തത് 0.7352. നെക്സ്റ്റ് ഇത് കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 0.6097. ലാസ്റ്റ് വൺ 0.5. ഇത്രയും കിട്ടിയല്ലോ. ഇതാണ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇതൊക്കെ പെൻസിൽ കൊണ്ട് ലൈറ്റ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, പേന വെച്ച് എഴുതില്ല. എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എഫ് ഓഫ് x3, f of x4, f of x5. Now we have by trapezoidal rule integral 0 to 1 dx by 1 plus x square equal to h by 2 into f first point le function value plus last point le function value. അപ്പോൾ ഇത് രണ്ടും plus എന്താ വരുക? 2 into sum of the remaining എന്ന് പറഞ്ഞാൽ f of x1. നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ മാത്രമേ എക്സെട്രാ എന്ന് എഴുതാൻ പാടുള്ളൂ. നിങ്ങളെ പ്രോബ്ലം വരുമ്പോൾ എന്ത് വേണം? കറക്റ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. എഫ് ഓഫ് x1, ഇവിടെ ബാക്കിയുള്ളത് എഫ് ഓഫ് x2, എഫ് ഓഫ് x3, ടു ഇൻറ്റു എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എഫ് ഓഫ് x3, എഫ് ഓഫ് x4. 4 പോയിന്റ് ആഡ് ചെയ്ത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ആണ്. h എന്ന് പറയുന്നത് 0.2/2 ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് എത്രയാണ്? 1 ആണ്. 0.5 ആണ്. പ്ലസ് 2 ഇൻറ്റു ഏതാ വരും? ഇവിടെയുള്ള വാല്യൂസ്, ബാക്കിയുള്ള കംപ്ലീറ്റ് വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊന്നു ഏതൊക്കെ? 0.9615, 0.8620 പ്ലസ് 0.7352 പ്ലസ് 0.6097. ഇതൊക്കെ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ കിട്ടും. 0.783868 മറ്റേ ആൻസർ കിട്ടും. ഇനി ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. എന്ത്? ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് എക്സാക്ട് സൊല്യൂഷൻ. കമ്പയർ ഇറ്റ് വിത്ത് എക്സാക്ട് സൊല്യൂഷൻ. എന്താ കമ്പയർ ചെയ്യണ? എക്സാക്ട് സൊല്യൂഷൻ. ഇത് ന്യൂമറിക്കൽ സൊല്യൂഷൻ ആണ്, ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടുള്ളതാണ്. ഇനി എക്സാക്ട് സൊല്യൂഷൻ എങ്ങനെയാ കാണുക? നമ്മൾ യൂഷ്വൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ 0 to 1 dx by 1 plus x square. What is integral 1/1 plus x square? It is tan inverse x. അല്ലേ? tan inverse x limit 0 to 1 ആണ് വരിക. 0 to 1 എന്ന് പറഞ്ഞാൽ tan inverse 1 minus tan inverse 0. tan inverse 0 എന്ന് പറഞ്ഞാൽ 0 and this is 5/tan inverse 1 5/4 ആണ് വരിക. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കണ്ടുവെക്കും. പൈ നിങ്ങൾ എടുക്കേണ്ടത് റേഡിയൻ മെഷർമെന്റിലാക്കി എടുക്കണം, എന്നാൽ ഈ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ 3.14 അങ്ങനെ വരും. റേഡിയൻ മെഷർമെന്റ് എടുക്കുക. റേഡിയൻ ആക്കിയതിന് ശേഷം ഈ വാല്യൂ കാണും. 5/4 എത്രയാണെന്ന് കാണുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയത് കിട്ടും. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വേണേൽ ജസ്റ്റ് ഡിഫറൻസ് കണ്ടുവെച്ചാൽ അല്ലെങ്കിൽ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ പ്രോബ്ലം തന്നെ എക്സാക്ട് സൊല്യൂഷൻ കാണുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഫംഗ്ഷൻ കാണുന്ന ഓരോരോ പോയിന്റിലും, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ട്രപ്പീസോയിഡൽ റൂൾ യൂസ് ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷൻ വാല്യൂ, അതിനുശേഷം എക്സാക്ട് സൊല്യൂഷനും കാണും. ഓക്കെ.
ഒരെണ്ണം നിങ്ങൾ ഹോംവർക്കായി ചെയ്തോളൂ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ വരാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 e raised to minus x square dx by trapezoidal rule taking 10 subintervals. ഇത് അതേപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ വരുന്നത് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇ റേസ് ടു മൈനസ് 0 സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ മൈനസ് 0 സ്ക്വയർ അത് കുഴപ്പമില്ല, 1 വരും. ഇനി ഇ റേസ് ടു മൈനസ് ഒരു 0.5 ഉണ്ടെങ്കിൽ സപ്പോസ് 0.5 സ്ക്വയർ നിങ്ങൾ ചാടിക്കറി എന്ത് ചെയ്തും ഇ റേസ് ടു 0.25 എന്ന് എഴുതും. അങ്ങനെയല്ല, 0.5 സ്ക്വയർ 0.25 ആണ്. പക്ഷെ ഒരു മൈനസ് കൂടി ഉണ്ട്. ഈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ജസ്റ്റ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന് മാത്രമേ സ്ക്വയർ പോകുന്നുള്ളൂ, മൈനസ് മൈനസ് ആയി കിടക്കും. ആക്ച്വലി ഇതെന്താ 1 ഇ റേസ് ടു എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ അല്ലേ. അതാണ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആവുന്നത്. ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ.